ഇന്നലെ രാത്രിയിൽ വന്ന പ്രധാനപ്പെട്ട വാർത്ത മല്ലികാർജുൻ ഖാർഗെയുടെ പ്രഖ്യാപനത്തിന് ശേഷം വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്നതാണ്. രാഹുൽ ഗാന്ധി UP-യിലെ റായ്ബറേലി നിലനിർത്തുമെന്ന് വന്നു. ഇന്നത്തെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ റായ്ബറേലി രാഹുൽ ഗാന്ധിക്ക് നിലനിർത്തണം. എന്നാൽ വയനാട്ടുകാരെ മുറിവേൽപ്പിക്കാതിരിക്കാൻ അദ്ദേഹം നേരത്തെ വാഗ്ദാനം ചെയ്തതുപോലെ സ്വന്തം സഹോദരിയെ മത്സര ഗോതയിലേക്ക് അദ്ദേഹം ഇറക്കി. വയനാട് ചുരം രാഹുൽ ഗാന്ധി ഇറങ്ങുന്നു, വയനാട് ചുരം പ്രിയങ്ക ഗാന്ധി കയറുന്നു. ജനാധിപത്യത്തിൻ്റെ മറ്റൊരു ഉദയമായും ഇത് ഇന്ദിരാഗാന്ധിയുടെ രണ്ടാം വരവായും ഒക്കെ തന്നെ ആളുകൾ പറയുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി വരുന്നതോടെ വയനാട്ടിൽ കോൺഗ്രസ്സുകാർ ആവേശഭരിതരാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണനും കോഴിക്കോട് നിന്ന് ദീപക് തർമടവും തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു. ആദ്യം രാധാകൃഷ്ണനിലേക്ക്. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ ആൻഡ് ഗുഡ് മോർണിംഗ് ദീപക് തർമടം. രാധാകൃഷ്ണൻ, ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ഉണ്ടാകുമെന്ന്. നേരത്തെ തന്നെ ഓരോ സമയത്തും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം അവിടെ കണ്ടിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഈ മണ്ഡലത്തിലൊരു ആവശ്യം വന്നാൽ താൻ ഉണ്ടാകും, അതുപോലെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരും എന്നൊരു ചിന്ത ഒരുപക്ഷെ അവരുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം. എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ്കെന്റെ നിരീക്ഷണം അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം നെഹ്റു കുടുംബത്തെ സംബന്ധിച്ച് രാഷ്ട്രീയമായി അവർ ഏറെ ബുദ്ധിമുട്ട് നേരിട്ട കാലഘട്ടമാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയം. അവിടെ രാഹുൽ ഗാന്ധി അമേഠിയിൽ പരാജയപ്പെടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴും നെഹ്റു കുടുംബത്തിന് ഈ ആശ്രയമായത് ഒരുപക്ഷെ വയനാട്ടിലെ ജനങ്ങൾ കോൺഗ്രസിന് സമ്മാനിച്ച വിജയവും ഒപ്പം റായ്ബറേലി നിലനിർത്താൻ സാധിച്ചതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കോൺഗ്രസിനുള്ളിൽ നെഹ്റു കുടുംബത്തിന് എതിരായി ഉണ്ടായ വികാരങ്ങളെയെല്ലാം അവർക്ക് പ്രതിരോധിക്കാൻ സാധിച്ചതും. അതുകൊണ്ട് തന്നെ വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം ആ കുടുംബത്തിന് വയനാടുമായി കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അത് സ്ഥിരപ്പെടുത്തുന്നതാണ് ഇന്നലെ ഉണ്ടായ മല്ലികാർജുൻ ഖാർഗെയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രഖ്യാപനം. ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ഈ വയനാട്ടിന് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ എന്ന വിധത്തിലായിരുന്നു ചർച്ചകൾ പോയത്. പക്ഷേ രാഹുൽ ഗാന്ധി അമേഠിക്ക് ഈ റായ്ബറേലിയിലെ തീരുമാനം പ്രഖ്യാപിച്ച ഇത് വൈകിപ്പോയെങ്കിലും വയനാട്ടിൽ കൂടി മത്സരിക്കണമെന്നത് അദ്ദേഹത്തിന്റെ ഒരു തീരുമാനമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വയനാട്ടിൽ മത്സരിച്ചത്, ഒപ്പം റായ്ബറേലിയിലും ജനവിധി തേടിയത്. റായ്ബറേലിയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിജയിച്ചതുകൊണ്ട് തന്നെ ആ സീറ്റ് നിലനിർത്തേണ്ടത് ഉത്തർപ്രദേശാണ് എന്നത് മാത്രമല്ല, ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന്റെ സാന്നിധ്യം ഉറപ്പിച്ചു നിലനിർത്തുകയും BJP ഈ കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന വിധത്തിൽ നടത്തിയ പ്രചരണത്തെ എതിർക്കുകയും ചെയ്യാനായിട്ട് ആ സാന്നിധ്യം അവിടെ അനിവാര്യമാണ് എന്ന് കോൺഗ്രസ് കണക്കുകൂട്ടിയ സാഹചര്യത്തിലാണ് റായ്ബറേലി നിലനിർത്തിക്കൊണ്ട് വയനാട് ഒഴിയാനായിട്ട് ഇപ്പോൾ നെഹ്റു കുടുംബവും പിന്നീട് കോൺഗ്രസും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് എത്തും. പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അത് നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കാനുള്ള പ്രിയങ്ക ഗാന്ധിയുടെ തീരുമാനമാണ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അത് തിരുത്തപ്പെടുന്നത്. കേരളത്തിലേക്ക് നെഹ്റു കുടുംബത്തിന്റെ പ്രതിനിധിയായിട്ട് പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ വരവിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലേക്കുള്ള രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങളാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃപാടവം ഒരുപക്ഷെ കോൺഗ്രസ് പല ഘട്ടങ്ങളിലും ഈ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ, ഹിമാചൽ പ്രദേശിൽ അടക്കമുള്ള ഇടങ്ങളിൽ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി കേരളത്തിലേക്ക് എത്തുമ്പോൾ സംഘടനാപരമായിട്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് കോൺഗ്രസിന് ഗുണകരമായി മാറും എന്ന വിധത്തിലാണ് കോൺഗ്രസ് ചിന്തിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. മഹാരാഷ്ട്ര അടക്കമുള്ള, ജാർഖണ്ഡ് ഉൾപ്പെടെ, ഹരിയാന, ജമ്മു കാശ്മീർ അടക്കമുള്ള സ്ഥലങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രസ്താവിക്കേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനിവാര്യമാണ്. അതിന് വയനാട്ടിൽ വിജയിച്ച് പ്രിയങ്ക ഗാന്ധിക്ക് ആ നേതൃനിരയിൽ, ഇന്ത്യ മുന്നണിയുടെ നേതൃനിരയിൽ ഇടം പിടിക്കാനാകുമെന്ന് കോൺഗ്രസ് കരുതുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ സമീപനം എന്ന വിധത്തിലാണ് ഈ തീരുമാനം കോൺഗ്രസ് കൈക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കോൺഗ്രസിന്റെ കേരള ഘടകം ചെലുത്തിയ രാഷ്ട്രീയ സമ്മർദ്ദം നെഹ്റു കുടുംബത്തിന് തള്ളിക്കളയാൻ സാധിച്ചിരുന്നില്ല. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയെ തന്നെ ഗോദയിൽ ഇറക്കാനായിട്ട് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ. നമുക്കൊപ്പം ദീപക് തർമടം കൂടി ചേരുന്നു. ഒരുപക്ഷെ വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ എന്തായിരിക്കും ജനങ്ങളുടെ പ്രതികരണം? എടുത്ത് രാഷ്ട്രീയ നേതൃത്വം ഇതിനെ എങ്ങനെ കാണും? വ്യത്യസ്ത പാർട്ടികളുടെ വീക്ഷണം എന്തായിരിക്കും? ഗുഡ് മോർണിംഗ് ദീപക് തർമടം, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN പറഞ്ഞത് തന്നെയാണ് ഇതിലെ വസ്തുത. പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ കന്നി അംഗത്തിന് ഇറക്കുമ്പോൾ അത് കൃത്യമായി
ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൊതുവിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചുമുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. കാരണം ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നെഹ്റു കുടുംബത്തിന് കേരളത്തോടുള്ള ബന്ധം അത് ഇന്നും ഇന്നലെയും ഉള്ളതല്ല. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ തോറ്റപ്പോൾ കോൺഗ്രസിന് ഒപ്പം നിന്നത് കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള ഈ കേരളമായിരുന്നു. അത് കഴിഞ്ഞ് റായ്ബറേലിയിലും കേരളത്തിലും ഒക്കെ മത്സരം നടന്ന സമയത്ത് അമേഠിയിൽ തോറ്റ രാഹുൽ ഗാന്ധിക്ക് കേരളമായിരുന്നു കാരുണ്യം നൽകിയത്. കേരളത്തിലെ ജനങ്ങളാണ്, വയനാട്ടിലെ ജനങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ വയനാടിനെ തള്ളിപ്പറയാൻ രാഹുൽ ഗാന്ധിക്കാകില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയെ നയിക്കാൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ഒഴിയുമ്പോഴും സഹോദരിയായ പ്രിയങ്കയെ വിടുന്നത്. എസ് കെ മറ്റൊരു കാര്യം, പ്രിയങ്ക ഗാന്ധിക്ക് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം വയനാട്ടിലില്ല. കാരണം രാഹുൽ ഗാന്ധിയുടെ ഒന്നാം തിരഞ്ഞെടുപ്പിലെ പ്രചരണ വേളയിലെ ഒരു സ്റ്റാർ ക്യാമ്പയിനറായി പ്രിയങ്ക ഉണ്ടായിരുന്നു. തൻ്റെ സഹോദരൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, സഹോദരൻ്റെ വാത്സല്യത്തെക്കുറിച്ച്, സഹോദരൻ്റെ സഹാനുഭൂതിയെക്കുറിച്ച് വൈകാരികമായി പ്രിയങ്ക സംസാരിച്ചപ്പോൾ അത് വയനാട്ടുകാർ കൈയടിച്ചത്. വയനാട് മണ്ഡലത്തിൻ്റെ പ്രത്യേകത 3 ജില്ലയിൽ കിടക്കുന്ന മണ്ഡലമാണ്. വയനാട് ജില്ല, കോഴിക്കോട് ജില്ല, മലപ്പുറം ജില്ല. ഞാനിപ്പോൾ മലപ്പുറം ജില്ലയിലാണുള്ളത്. ഈ 3 ജില്ലകളെ കേന്ദ്രീകരിക്കുന്ന ഒരു മണ്ഡലം, വലിയ രീതിയിൽ ജനങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ സ്വാധീനമുള്ള മേഖല, അത്തരമൊരു മേഖലയിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ മാത്രവുമല്ല ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്കയെ അവരോധിക്കുക, അത് ഒരു തെരഞ്ഞെടുപ്പിലൂടെ അവരോധിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ. കേരളത്തിലും അത് വലിയ രീതിയിൽ കോൺഗ്രസിന് ഗുണകരമായി തീരുമെന്ന് ഉറപ്പാണ്. എസ് കെ ദീപക് തർമ്മണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.